ഇംഗ്ലീഷ് വിംഗ്ലീഷിന്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പംക്തിയുടെ ലക്ഷ്യം ഇംഗ്ലീഷ് പുസ്തകങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആദ്യമായി ഈ പംക്തിയിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ എന്ന പുസ്തകമാണ്. ഖാലിദ് ഹുസൈനി എന്ന എഴുത്തുകാരന്റെ വിശ്വവിഖ്യാതമായ നോവലാണ് ദ കൈറ്റ് റണ്ണർ. അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബമാണ് ഹുസൈനിയുടേത്. എങ്കിലും തന്റെ ജന്മനാട് തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അദ്ദേഹം എഴുത്തിലൂടെ വ്യക്തമാക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്നത് തീവ്രവാദത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നേർക്കാഴ്ചയാണെന്ന് ലോകത്തിനറിയാം. എന്നാൽ ഹുസൈനി വരച്ചു കാട്ടുന്നത് ഈ അരാജകത്വത്തിനു മുൻപ് നിലനിന്നിരുന്ന ഒരു അഫ്ഗാനിസ്ഥാനെയാണ്. അധികമാർക്കും അറിയാത്ത ആ നാടിന്റെ ഭൂതകാലത്തെ. അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങി നിൽക്കുന്ന നോവലാണ് ദ കൈറ്റ് റണ്ണർ. അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട വിനോദമാണ് പട്ടം പറത്തൽ എന്നതിലുപരി വാശിയേറിയ ഒരു മത്സരവുമാണത്. പട്ടം പറത്തി ജയിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ജയിച്ച പട്ടം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ പിന്നാലെയോടി അത് സ്വന്തമാക്കുന്നത്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ജീവിതവും സംസ്കാരവും എന്തായിരുന്നു എന്ന് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിത്തരികയാണ് ഈ നോവൽ. അമീർ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ജനനം മുതലുള്ള ജീവിത വഴിയിലൂടെയാണ് കഥ മുന്നേറുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നതായി വായനക്കാർക്ക് അനുഭവപ്പെടും. പുസ്തകം വായിച്ചതിന് ശേഷവും ആ കഥാപാത്രങ്ങൾ വെറും സങ്കല്പങ്ങളാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത്രയ്ക്കും മനോഹരമായ അവതരണമാണ് അദ്ദേഹത്തിൻ്റെത്. ഈ എഴുത്തുകാരനും കേന്ദ്ര കഥാപാത്രവും ഒന്നാണെന്ന് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു. പലതരം ജീവിത സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒടുക്കം ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ എഴുത്തുകാരന് കഴിയുന്നുണ്ട്. അതിനാൽ ഒരാശ്വാസത്തോടെ നോവൽ വായിച്ചവസാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ കഥയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം ഒരിക്കൽ അമീർ ആശുപത്രി വരാന്തയിലിരിക്കുമ്പോൾ ഓർക്കുന്ന വരികളാണ്. ഐ സീ ഹിം ഹിയർ ഇൻ ദ ഐസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് കൊറിഡോർ ഓഫ് ഡെസ്പറേഷൻ. ദിസ് ഈസ് ദ റിയൽ ഹൗസ് ഓഫ് ഗോഡ്. ദിസ് ഈസ് വെയർ ദോസ് ഹു ഹാവ് ലോസ്റ്റ് ഗോഡ് വിൽ ഫൈൻഡ് ഹിം. അത് ഇപ്രകാരം തർജ്ജമ ചെയ്യാം: ഞാൻ ഇവിടെയാണ് അവനെ കണ്ടത്. ഇവിടെ ഈ നിരാശയുടെ വരാന്തയിലിരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകളിൽ. ഇതാണ് ദൈവത്തിന്റെ യഥാർത്ഥ വാസസ്ഥലം. ദൈവത്തെ നഷ്ടപ്പെട്ടവന് ഇവിടെ നിന്നും അവനെ കണ്ടെടുക്കാം. ഇങ്ങനെയൊരു പുസ്തകം ഏവരും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. മറന്നുപോയൊരു ഭൂതകാലത്തെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അതിലുപരി ആ രാജ്യം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാൻ സാധിക്കും. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാഗം ഏതാണെന്ന് കമന്റ് ചെയ്യുക.